2028 ചന്ദ്രയാൻ 4 ദൗത്യം യാഥാർത്ഥ്യമാക്കുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ. പദ്ധതിക്ക് സർക്കാർ അംഗീകാരം നൽകിയെന്നും ഇന്ത്യ ഇന്നുവരെ കൈക്കൊണ്ടിട്ടുള്ളതിൽ ഏറ്റവും സങ്കീർണമായ ദൗത്യമായിരിക്കും ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 4ാം ചന്ദ്രയാൻ ദൗത്യത്തിന് സർക്കാർ അനുമതി നൽകിയെന്നും 2028 ദൗത്യം യാഥാർത്ഥ്യമാകുമെന്നും ISRO ചെയർമാൻ വി നാരായണൻ പറഞ്ഞു. ചന്ദ്രനിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിൽ തിരിച്ചെത്തിക്കുന്നതാണ് ഈ ദൗത്യം. ഇതുവരെ US, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾ മാത്രമാണ് ചന്ദ്രനിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കുന്ന സാങ്കേതികവിദ്യ യാഥാർത്ഥ്യമാക്കിയത്. അതിനാൽ തന്നെ ഇന്ത്യ ഇന്നുവരെ കൈക്കൊണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സങ്കീർണമായ ചന്ദ്രദൗത്യമായിരിക്കും 2080 നടക്കാൻ പോകുന്നത്. ദൗത്യം പൂർത്തീകരിക്കുന്നതോടെ ചന്ദ്രനിൽ നിന്ന് സാമ്പിൾ തിരികെ കൊണ്ടുവരുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. ജപ്പാൻ ബഹിരാകാശ ഏജൻസി ജാക്സയുമായി ചേർന്നുള്ള ചാന്ദ്രധ്രുവ പര്യവേഷണ ദൗത്യമായ ലുപെക്സും സമീപഭാവിയിലെ മറ്റൊരു നിർണായക പദ്ധതിയാണ്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ തണുത്തുറഞ്ഞ ജലത്തെക്കുറിച്ച് പഠിക്കുകയാണ് ലുപെക്സ് ദൗത്യത്തിന്റെ ലക്ഷ്യം. ഈ സാമ്പത്തിക വർഷം 7 വിക്ഷേപണങ്ങൾ കൂടി ISRO ലക്ഷ്യമിട്ടിട്ടുണ്ടെന്നാണ് വിവരം. ഒരു സ്വകാര്യ വിവര വിനിമയ ഉപഗ്രഹം ഉൾപ്പെടെ ഒന്നിലധികം PSLV, GSLV വിക്ഷേപണങ്ങളാണ് നടക്കാനിരിക്കുന്നത്. പൂർണ്ണമായും സ്വകാര്യ മേഖലയിൽ നിർമ്മിച്ച PSLV റോക്കറ്റ് വിക്ഷേപണവും അതിൽ ഉൾപ്പെടുന്നു. അതേസമയം 2027 നടക്കാനിരിക്കുന്ന മനുഷ്യരെ വഹിച്ചുള്ള ഗഗൻയാൻ ദൗത്യമാണ് ISROയുടെ മുന്നിൽ ഇനിയുള്ള ഏറ്റവും പ്രധാന ദൗത്യം. അടുത്ത 3 വർഷത്തിനുള്ളിൽ ബഹിരാകാശ പേടക നിർമ്മാണം 3 ഇരട്ടിയായി വർദ്ധിപ്പിക്കാനും ISRO പദ്ധതിയിടുന്നുണ്ട്. ഇതിനായുള്ള ജോലികൾ ISRO ആരംഭിച്ചു കഴിഞ്ഞതായും 2035ഓടെ അത് പൂർത്തിയാക്കുമെന്നും 2028ഓടെ 5 മൊഡ്യൂളുകളിൽ ആദ്യത്തേത് ഭ്രമണപഥത്തിലെത്തിക്കുമെന്നും നാരായണൻ പറഞ്ഞു. ഇതോടെ സ്വന്തമായി ബഹിരാകാശ നിലയം സ്ഥാപിക്കുന്ന 3ാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.